നാളെ മുതൽ പലതും നഷ്ടപ്പെടുന്ന ദിവസമാ. നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ കൈവിട്ടു പോയതും വീണ്ടെടുത്തതും ഏറെയാ. സത്യത്തിൽ എവിടെ നിന്നാ പിരിയുന്നത്? എന്റെ സ്വപ്നങ്ങളിൽ നിന്നോ അതോ സങ്കല്പങ്ങളിൽ നിന്നോ? അതുമല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്നോ? ആർക്കും ആരെയും അധിക നാള് ഒരു സ്ഥലത്തും പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. മുൻകൂട്ടി തയ്യാറാക്കി നടപ്പിലാക്കാൻ പറ്റിയ സ്കീമല്ലല്ലോ ജീവിതം. വാടക വീടാണെങ്കിലും കഴിഞ്ഞ 3 വർഷമായി എൻ്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടുനിന്ന വീട്. എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഏതാണ്ടും എഴുതി തീർത്തതും ഇവിടെ വച്ച. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം രേഖപ്പെടുത്തിയത് ഇവിടെ വച്ചാണെന്ന് പറയാം. സർ, വരൂ സർ. ഒരു കൊറിയർ ഉണ്ട് ഇവിടെ. ശരി സർ, താങ്ക് യു. ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ അസഹ്യം തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് മിണ്ടാൻ ഈയിടെ അധികം വരാതിരുന്നതും. ദീർഘനാളത്തെ ഓഫീസ് ജീവിതത്തിലെ പകപോക്കലും തലോടലും കഴിഞ്ഞ് ഒരു പടിയിറക്കം. അതിനു മുൻപ് ഇതുവരെ എഴുതി വെച്ച ഡയറി കുറിപ്പുകൾ നിനക്ക് അയച്ചു തരണമെന്ന് തോന്നി. ആത്മകഥയെന്നോ ഓർമ്മക്കുറിപ്പുകളെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പുസ്തകമാക്കാൻ കഴിഞ്ഞാൽ നല്ലത്. യഥാർത്ഥ ശ്രീകലയെ അങ്ങനെ ലോകം തിരിച്ചറിയട്ടെ. എങ്ങും നോ എന്ന് മാത്രം പറഞ്ഞു പഠിപ്പിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നമ്മെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഇറങ്ങുന്നു. നിന്റെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള യാത്രയിൽ കൂട്ടം തെറ്റിപ്പോയ ശ്രീകല എന്ന് നീ രേഖപ്പെടുത്തുക. ഈ ഡയറി കുറിപ്പുകൾ അതിന് മറുപടി പറയട്ടെ. ഒറ്റപ്പെടൽ കരുത്ത് നൽകാത്തതിനാൽ ഇറങ്ങുകയാണ്. ദീപ. ഇതെന്താ? അത് സ്ത്രീകളുടെ. ഓ,
അവള് റിട്ടയർ ചെയ്യാണ്. ഒരു പുസ്തകം എഴുതിയതാ. എന്ത്? ഏയ് ഒന്നുമില്ല. ഉം. ആ മോളെ, നാദനങ്ങളാണ്. എന്താ അങ്കിൾ വിശേഷിച്ച്? അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? റിട്ടയർമെന്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഫോട്ടോസ് വാട്സപ്പ് ചെയ്തു തന്നു. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മയ്ക്കത് ഇടയ്ക്ക് പതിവുള്ളതല്ലേ. പിന്നെ വിളിച്ചോളൂ. ഓക്കെ. വീട്ടിലെത്തിയില്ലേ? എത്തി അങ്കിൾ. എന്നാ ശരി, ഓക്കെ, ബൈ. ബൈ. എന്താ നാഥൻ, കിടക്കാറായില്ലേ? നീ കിടന്നു. ശ്രീകലയുടെ പുസ്തകം വായിച്ചു തീരാതെ ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. അവളെയാണ് വിളിച്ചിട്ടും കിട്ടുന്നില്ല. നന്ദൂനിയോ ഭാമയോ ആരെയും വിളിച്ചിട്ടില്ല അവള്. വലിയ കൂട്ടായിരുന്നല്ലോ. അത് തന്നെയാണ് പ്രശ്നം. കുറച്ചു നാളായിട്ട് ചാറ്റിങ്ങും വിളിയൊന്നുമില്ലായിരുന്നു. വലിയ തിരക്കാണെന്ന് വിചാരിച്ചു. 2 ആഴ്ച മുമ്പ് റിട്ടയർമെന്റ് ആണെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. ജോലി ഇല്ലാതാവുമല്ലേ? എല്ലാവർക്കും തോന്നുമായിരിക്കും. കുറെ നാളായില്ല, ചിട്ടുകളൊക്കെ മാറുകയല്ലേ. എന്തായാലും ഞാനിത് വായിച്ചിട്ടേ കിടക്കുന്നുള്ളൂ. പിന്നെ നാളെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട രാവിലെ. ശരി, ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലുണ്ടാവും. നാളെ എനിക്ക് സ്റ്റാഫ് മീറ്റിംഗാ. ഓ, നിറമുള്ളതും എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഓർമ്മകൾ തന്ന എന്റെ കുട്ടിക്കാലം. ആഹാ, കിട്ടിയോ? ഒത്തിരി തപ്പിയോ? കൂടുതൽ തപ്പിയൊന്നുമില്ല. ഈ ബുക്കാ മതിയല്ലേ? മണിക്കുട്ടി, മോള് പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ ശരി, ഞാൻ പോവാണേ. അച്ഛനോട് പറഞ്ഞേക്കണേ മോളെ. എന്നാ ശരി.